കൗമാര കലാപൂരം പൂരനഗരിയിൽ അരങ്ങേറുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ കുട്ടികൾ തന്നെ ഇറങ്ങുന്നത് നല്ലതല്ലേ? സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറി ജേർണലിസം വിദ്യാർത്ഥികളെ ഒരു കുടക്കീഴിലാക്കി ഫ്രെയിംസ് ഫേസ്റ്റ് എന്ന പേരിൽ കുട്ടികളുടെ പത്രം പ്രസിദ്ധീകരിച്ച് കലോത്സവ നഗരിയിൽ വിതരണം ചെയ്യുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരാണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ പ്രചാരണം മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക എന്നത് അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് ഒരുപറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം വിദ്യാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. പത്രപ്രവർത്തകരാകാൻ കൊതിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളും അവരെ അതിന് പ്രാപ്തരാക്കുന്ന കുറച്ച് അധ്യാപകരും ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയത്? ജേർണലിസം വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സംരംഭത്തിന് ആരംഭം കുറിച്ചത്. മുൻകൂട്ടി തന്നെ ഞങ്ങൾ വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രായോഗികമായ പരിശീലനം നൽകിയിട്ടാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇതേപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ്? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജേർണലിസം ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ചായിട്ടുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, ഓരോ സ്കൂളിലുമുള്ള റിപ്പോർട്ടിങ്ങിൽ ജേർണലിസം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളെ നേരിട്ട് ടീച്ചേഴ്സ് കണ്ട് അവരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഏതായാലും അവരുടെ ആദ്യ പത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്, ഫ്രെയിംസ് ഫിയസ്റ്റ. അതേ ആ പത്രമായിട്ട് നമ്മുടെ കുട്ടി പത്രപ്രവർത്തകരുണ്ട്. പത്രം തയ്യാറാക്കാന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ ജേർണലിസം പറഞ്ഞ പാഠപുസ്തകത്തിനപ്പുറം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കലോത്സവത്തിൽ മന്ത്രിമാരൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടിൽ ഒരു പരിശീലനം കൂടിയാണല്ലോ ഇത്. പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു പത്രം നടക്കുമ്പോൾ നമ്മുടെ പേര് ഇതിൽ അച്ചടിച്ച് വന്നപ്പോൾ എന്താ തോന്നിയത്? സന്തോഷമായിട്ട് ഉറപ്പായിട്ടും. ഇനിയും ഇതേപോലെ ഭാവിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു പത്രം ഇറക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള ഇവൻറ്റിലേക്ക് ഇവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുക. പിന്നെ നമ്മൾ ജേർണലിസത്തിൽ പഠിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ കഴിയുക. ടെക്സ്റ്റ് ബുക്കിനപ്പുറം കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പാഠം ഇവിടുന്ന് കിട്ടും. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ പരിചയപ്പെടുക എന്നുള്ള മറ്റൊരു ഭാഗ്യം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് ഈ പ്രായോഗിക പരിചയം നൽകുക എന്നുള്ളതിൽ കഴിഞ്ഞ് മറ്റൊന്നുമല്ല ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവരെങ്ങനെയാണ് റിപ്പോർട്ടിങ് എങ്ങനെയാണ് വിടുന്നത്? സാധാരണ പത്ര ഓഫീസറൊക്കെ ഉള്ള പോലെ തന്നെ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കും. അവർ ക്യാമറയായിട്ട് ഇറങ്ങിക്കോളും. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പലരുടെയും IM വിജയ് സാറിൻ്റെയും അതുപോലെ സുരേഷ് ഗോപി സാറിൻ്റെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കിയായിരുന്നു. വലിയൊരു ന്യൂസായ മാതൃഭൂമി ന്യൂസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഇതാക്കിയത്. ഇനിയും അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പത്രങ്ങൾ ഇറക്കും. നിങ്ങൾ അതിന് വായിക്കുക, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. പൂരം കൊടികേരി മക്കളെ എന്ന പേരിൽ ജോന റോസ് ജോസ് അതാരാ? പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട്. ഞാൻ ജേർണലിസ്റ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇതുപോലെ നമ്മുടെ കലോത്സവത്തിന് വേണ്ടി പങ്കെടുക്കാൻ പറ്റുന്നോ, നമ്മുടെ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമല്ല, അപ്പം ഇതിന് പങ്കെടുക്കാൻ പറ്റുന്നതും ഫ്രണ്ട് പേജിൽ തന്നെ ന്യൂസ് വരുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കൂട്ടമാണ് ഇത് ഈ കുറി ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രചരണം വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ, ഇവിടെ എത്തുന്ന സെലിബ്രിറ്റികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ആൻ്റണി ഗ്രേറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.